ഇരുട്ട് മാത്രം, ഇരുട്ട് മാത്രം. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണോ? പാട്ട് പാടിക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മഴ കിട്ടി. ടൗണിൽ നല്ല മഴയായിരുന്നു. ഇവിടെ അത്രയും പെയ്തില്ല, എന്നാലും അത്യാവശ്യം ഒരു മഴ കിട്ടി. എനിക്കതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലിരിക്കാം ഞാൻ കേട്ടോ. വാർപ്പ് കഴിക്കണത് ഇതുവരെ മഴ പെയ്തില്ലല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടിയിരിക്കുമെന്ന് വെച്ചാൽ, അപ്പം സാധാരണ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി മേടിക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി നമ്മൾ മയക്കത്തില്ലേ, അതിന് പകരം അപ്പം ഞാൻ അത് ഉപ്പുപൊടിയൊക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞു ചീനിച്ചട്ടിയില്ലേ ഇരുമ്പിൻ്റെ, സൂചിച്ച് എടുക്കുന്നിടത്തോളം അത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപ്പുകല്ലൊക്കെ ഇട്ട് കരിച്ചൊക്കെ എടുത്ത് അത് റെഡിയാക്കി എടുത്തത്. പിന്നെ അതിനകത്ത് സവാള വരും. ഇത് അതുപോലെ വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച്, ഇത് പിന്നെ അത്രയും പ്രശ്നമില്ല. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല റോൾ ഷീറ്റ് വെച്ചാണ് ഇരുമ്പിൻ്റെ, അത് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും വെയിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ച് ഒരു സവാളയൊക്കെ അതിനകത്തിട്ട് നല്ല പോലെ വഴറ്റി അതങ്ങ് കളയണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇന്നിപ്പം മീൻ മറക്കാൻ 2 കഷ്ണം എടുക്കുന്നുണ്ട്, നമുക്ക് അതിനകത്ത് വറുത്തെടുക്കാം കേട്ടോ. നല്ലെണ്ണ ആവശ്യം പോലെ ഒഴിച്ചിട്ടുണ്ട്. ഇത് എക്സ്പയറി ആയ നല്ലെണ്ണ കേട്ടോ, എക്സ്പയറി ആകാറായത്, ഈ മാസം എക്സ്പയറി ആകും. അതുകൊണ്ടാണ് ഞാൻ അത്ര അതിനകത്ത് ഒഴിച്ചത്. ഇച്ചിരി കൂടെ ഉണ്ട് ഇനി. പിന്നെ ഒരു 2 കഷ്ണം ഇന്നിപ്പോൾ രാത്രി കഴിക്കാൻ ഒന്ന് വറുത്തെടുക്കാം എന്ന് വിചാരിച്ചു. ബാക്കി നമുക്കങ്ങ് കറിയാക്കാം. അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ രാവിലെ ഇച്ചിരി പച്ചരി വെള്ളത്തിലിട്ടിട്ട് പോകണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഉപ്പിലോട്ട് അങ്ങ് പൊളിച്ചിട്ട് എന്തുവാ, ഇന്നലെ എളുപ്പം തേങ്ങ കിട്ടിയായിരുന്നല്ലോ, അമ്മ എനിക്ക് കഴിക്കാൻ തന്നതാണ്. ആ തേങ്ങ അരച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതിന്, പക്ഷേ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. ഇപ്പം നാളെ ആട്ടെ എന്ന് വിചാരിച്ചു. നാളെ അപ്പം രാവിലത്തേക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടല്ലോ. ചക്ക വേവിച്ചിട്ട് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് നാളെ ഇച്ചിരി വേവിക്കാം. അങ്ങനെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ പ്രീ സീസണിലായിട്ട് നമ്മൾ മേടിക്കുമല്ലോ, അങ്ങനെ വരുന്നതാണ്. പിന്നെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്തില്ല, നല്ലപോലെ തേച്ച് കഴുകി അങ്ങ് എടുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇരുമ്പ് സാധനങ്ങളെ തവയൊക്കെ മേടിച്ചതാണെങ്കിലും ഞാൻ അങ്ങനെ കുറേ ഒന്ന് സവാള വഴറ്റുകയും പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. തവയാണെങ്കിലും പ്രീ സീസൺഡ് ആയിരുന്നു, നമ്മളത് പ്രത്യേകം ഒന്നും ചെയ്യണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്ന് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അപ്പൊ ഇത് അതിനകത്ത് കിടന്ന് കരിയട്ടെ. കരിഞ്ഞേരിയുമ്പോൾ നമുക്ക് ഈ എണ്ണയും ഈ ഉള്ളി ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഫ്രഷായിട്ട് മീൻ വാങ്ങാം. പിന്നെ മസാല തട്ടി വെക്കാം. 2 വാല് കഷ്ണം നമുക്ക് വറക്കാം.
ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു കളറിന് ഇച്ചിരി മുളക് പൊടി ഇടാം കേട്ടോ. കാശ്മീരി പൊടിയാണ്. കൈ എങ്ങനെയോ മുറിഞ്ഞ് നീറുന്നു. ഇരിക്കട്ടെ. നമുക്ക് മീൻകറിയുടെ പരിപാടി നോക്കാം. ഒത്തിരി ദിവസമായി നമ്മള് മീനൊക്കെ വാങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് എന്താ ഒരു വേറെ എന്തൊക്കെയോ ചിന്തകളും ആദ്യമായിട്ട് ഇരുന്നത് കൊണ്ടാണ് ഒന്നും അങ്ങോട്ട് ഒരു ഉഷാറില്ല. മുത്തുമണി വിളിക്കും. ഹലോ. എന്തുവാടാ സ്റ്റെപ്പായിട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ എനിക്കറിയത്തില്ല മോനെ അതിനെ പറ്റി. വെട്ടിക്കോ. ആ ആ ആ വെട്ടിക്കും വെട്ടിക്കും. വെട്ടിക്കും. ശരി. ശരി. വേണ്ട, മീൻ നിനക്ക് ഇഷ്ടപ്പെട്ട രീതി വറക്കുന്നുണ്ട്. ഞാൻ വറക്കാൻ പറ്റി വെച്ചേക്കോ. മുടി വളർത്തിയപ്പോ എല്ലാരും പറഞ്ഞു മുത്തിന്റെ മുഖമൊക്കെ മാറി, പ്രായം തോന്നുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ അവരുടെ ആഗ്രഹം വലിയ നോക്കി ഞാനും പറഞ്ഞു കേട്ടോ മുടി വെട്ടിക്കളയാനൊക്കെ. എന്നാലും അതൊക്കെ അവരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ വെട്ടുന്നെങ്കിൽ ഇച്ചിരി അങ്ങ് വെട്ടിക്കളയത്. ഇത് കരിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളിത് കൊണ്ട് കളയും. കളഞ്ഞിട്ട് കഴുകി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മീൻ മാറ്റാം. ഇത് തണുത്തിട്ട് കഴുകി കളയാം. പിന്നെ നാളെ ഗോപികയുടെ മോളുടെ 28 കേട്ടോ വിളിച്ചിട്ടുണ്ട്, പോണം. ഞാന് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് കയറി പൂപ്പും കൂടെ വരാമെന്ന് പറഞ്ഞു. പൂപ്പ് അവരെല്ലാരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുമല്ലോ, അന്നേരം അങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകാൻ. പൂപ്പും ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് പോയിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ. മല്ലിപ്പൊടി കാലിയ. ഇനി ഇത് കഴുകി ഉണക്കിയിട്ട് വേറെ ഇരിപ്പുണ്ട്, നമുക്ക് ഇതിനകത്തിട്ട് വെക്കണം. മോനുകുട്ടന് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ മേടിച്ചു കൊടുക്കണമെന്ന് ഇടയ്ക്കൊക്കെ ആരോ വീഡിയോയിൽ പറഞ്ഞായിരുന്നത്. സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ 2 വാട്ടർ ബോട്ടിലുണ്ട്. ഇതിനകത്ത് പോരാഞ്ഞിട്ടാണ്
മറ്റേ ബോട്ടിലിനകത്തൂടെ വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ. ചൂടാകുമ്പോഴത്തേക്ക് അവന് ഏറെ വെള്ളം വേണം. അതിന് ഉള്ള കുപ്പി മൊത്തം എടുത്തോണ്ട് വെള്ളം നിറച്ചുകൊണ്ട് പോകുന്ന അതിനാ. ഇത് ഞാൻ ഓഫ് ചെയ്തായിരുന്നേ. നമുക്ക് സിങ്ങിൻ്റെ അവിടെ കൊണ്ടുവെക്കാം. തണുക്കണം. തണുത്തിട്ട് കഴുകി എടുത്തോണ്ട് വരാം. മറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ തരാം. അരപ്പൊക്കെ തിളച്ചു. ഇനി നമുക്ക് മീൻകുട്ടന്മാരെ പെറുക്കിയിടാം. മോനുകുട്ടന് വിശക്കുന്നു. അപ്പം മീൻ എളുപ്പം വറക്കാം. നമ്മുടെ പുതിയ ചീനിച്ചട്ടി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് മീൻ മറക്കാൻ അങ്ങോട്ട് വെക്കാം. മീൻ കറി തിളച്ചു. മീൻ മറക്കാൻ വെച്ചു. ഇനിയിപ്പോൾ ചോറൊന്ന് വാർത്തിടട്ടെ. തിരിച്ചിടുമ്പം ഇളകി വരാതെ ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. നമുക്ക് അത്താഴം വിളമ്പാൻ സമയമായി. കുട്ടന് വിശക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ചീനിച്ചട്ടി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. മീൻകറിയുടെ തീയൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ചോറ് തിളയ്ക്കുന്നു. മോനുകുട്ടോ, മോനുവേ ബാ ചോറ്. ഈ 2 മീനും കൂട്ടാ. ഇവിടെ കറി വേണം. മീൻ കറി വേണം. മീൻ കറി വേണം. മെഴുക്കുവരട്ടി വെക്കട്ടെ. ചമ്മന്തിപ്പൊടി വേണം. പിന്നെന്താ കറിയോ? കൊച്ചു മതി. മോര് മോര് ഇതൊക്കെ കഴിക്കാം. ചോറുണ്ണ. നമ്മള് ചേമ്പ് മെഴുക്കുവരട്ടി വെച്ചാൽ അത് ഇരിപ്പുണ്ട്. അതാണ് കേട്ടോ ഇത്. നിമ്മിണി മോര് കറി ഒഴിക്കട്ടെ. മീൻ വറുത്തത് ഇവിടെ വെക്കാൻ. ഒരു തലക്കഷ്ണം എടുക്കാം കറിക്ക്. ഇതുകൂടി എടുക്കുവാണേ. ഇങ്ങനെ ചാറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ
ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.